നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഗസ്റ്റ് അധ്യാപക അഭിമുഖം. കാര്യവട്ടം സർക്കാർ കോളേജിൽ അറബിക് ഗസ്റ്റ് അധ്യാപക ഒഴിവ്. മെയ് 12-ന് അഭിമുഖം. തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം അറബിക് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് അഭിമുഖം നടത്തുന്നു. കൊല്ലം കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറാക്കിയ ഗസ്റ്റ് അധ്യാപക പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഒഴിവ് വിവരങ്ങൾ. തസ്തിക ഗസ്റ്റ് അധ്യാപകൻ, വിഷയം അറബിക്. അഭിമുഖ തീയതിയും സമയവും മെയ് 12 രാവിലെ 10:30. അഭിമുഖ വേദി പ്രിൻസിപ്പൽ ഓഫീസ്, ഗവൺമെന്റ് കോളേജ് കാര്യവട്ടം. പങ്കെടുക്കേണ്ടവർ കൊല്ലം കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറാക്കിയ ഗസ്റ്റ് അധ്യാപക പാനലിൽ പേര് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ. ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകൾ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. വിദ്യാഭ്യാസ യോഗ്യത, തിരിച്ചറിയൽ രേഖകൾ, പാനൽ രജിസ്ട്രേഷൻ സംബന്ധിച്ച രേഖകൾ എന്നിവ കൈവശം കരുതുന്നത് നല്ലതാണ്. സർക്കാർ കോളേജിൽ അധ്യാപന അവസരം. സർക്കാർ കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന അറബിക് വിഷയത്തിലുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച അവസരമാണിത്. അധ്യാപന പരിചയവും അക്കാദമിക് രംഗത്തെ പ്രവൃത്തി പരിചയവും നേടുന്നതിനും ഈ നിയമനം സഹായകരമാകും. കൂടുതൽ വിവരങ്ങൾക്ക് 047124171112 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മൊബൈൽ നമ്പർ 9188900161. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത തീയതിയിലും സമയത്തും ആവശ്യമായ രേഖകളുമായി നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകണമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.